അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നമ്മളിൽ പലരും വലിയ പാപങ്ങളെ മാത്രമാണ് ഭയപ്പെടുന്നത്. എന്നാൽ ചെറിയ പാപങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയും അവയെ നിസ്സാരമായി കാണുകയും ചെയ്യുന്നത് ഒരു വിശ്വാസിയെ വലിയ നാശത്തിലേക്ക് എത്തിച്ചേക്കാം. ഇന്ന് ഖുർആനും സ്വഹീഹ് ഹദീസുകളും നൽകുന്ന മുന്നറിയിപ്പുകളുടെ വെളിച്ചത്തിൽ നരകത്തിലേക്ക് നയിക്കുന്ന ചെറിയ പാപങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ അവസാനം വരെ കാണുക, കാരണം അവസാനത്തിൽ നിങ്ങളെല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ചെറിയ പാപങ്ങളെ നിസ്സാരമാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പാപങ്ങളെ അവഗണിക്കരുതെന്ന് ശക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെറിയ ചില്ലകൾ ഒന്നിച്ചുകൂടി വലിയ തീ കത്തിക്കുന്നതുപോലെ ചെറിയ പാപങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ കൂടിക്കൂടി ഹൃദയത്തെ ഇരുണ്ടതാക്കുകയും അല്ലാഹുവിൽ നിന്ന് അകറ്റുകയും ചെയ്യും. 1. കള്ളം പറയുക. ചിലർ തമാശക്കോ ചെറിയ ലാഭത്തിനായോ കള്ളം പറയുന്നു. എന്നാൽ കള്ളം മനുഷ്യനെ പാപത്തിലേക്കും പാപം നരകത്തിലേക്കും നയിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിനാൽ സത്യസന്ധത വിശ്വാസിയുടെ അടയാളമാകുന്നു. 2. പരദൂഷണവും ചുഗലിയും. മറ്റൊരാളുടെ അഭാവത്തിൽ അയാൾ ഇഷ്ടപ്പെടാത്ത കാര്യം പറയുന്നതാണ് ഗീബത്ത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വാക്കുകൾ എത്തിച്ച് ബന്ധങ്ങൾ തകർക്കുന്നതാണ് ചുഗലി. ഇവ സമൂഹത്തിൽ വലിയ നാശം വിതക്കുന്ന പാപങ്ങളാണ്. 3. അന്യരെ മോഹത്തോടെ നോക്കുക. കണ്ണിനും ഒരു സീന ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹു വിലക്കിയ കാര്യങ്ങളിലേക്ക് കണ്ണുകളെ നിയന്ത്രിക്കുന്നത് ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്യമാണ്. 4. മറ്റുള്ളവരെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുക. ഖുർആൻ വിശ്വാസികളെ പരസ്പരം പരിഹസിക്കുന്നതെന്നും അധിക്ഷേപിക്കരുതെന്നും പഠിപ്പിക്കുന്നു. ഒരാളുടെ രൂപമോ ദാരിദ്ര്യമോ കുറവുകളോ പരിഹസിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. 5. നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുക. നിസ്കാരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ്. അത് വൈകിപ്പിക്കുകയോ അശ്രദ്ധയോടെ നിർവഹിക്കുകയോ ചെയ്യുന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. നിസ്കാരത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കണം. സഹോദരങ്ങളെ, ഇന്ന് മുതൽ ഒരു ചെറിയ പാപം പോലും നിസ്സാരമാണെന്ന് കരുതരുത്. അല്ലാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. അവൻ അത്യധികം പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനും സത്യത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ. കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. ഇസ്ലാമിക ഓർമ്മപ്പെടുത്തലുകളും ഖുർആൻ ഹദീസ് അടിസ്ഥാനത്തിലുള്ള വീഡിയോകളും സ്ഥിരമായി ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.